ഈ വർഷത്തെ കൊട്ടിയൂർ യാത്രയാണ്. അപ്പോൾ കൊട്ടിയൂരിൽ നാളെ പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനം ഉച്ചവരെ മാത്രമേ ഉള്ളൂ. ഈ സമയത്താണ് ഞാൻ കൊട്ടിയൂരിൽ എത്തുന്നത്. അപ്പോൾ കൊട്ടിയൂരിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അതായത് ഒരാഴ്ച മുമ്പ്, കൃത്യം ഒരാഴ്ച മുമ്പ് ഞാനിവിടെ കൊട്ടിയൂരിൽ നമ്മളെ സമീപത്തുള്ള ക്ഷേത്രത്തിൻ്റെ തീർത്ഥയാത്രയുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൊട്ടിയൂരാണ്. അപ്പോൾ കൊട്ടിയൂരിൻ്റെ പിന്നെ ഇവിടെ പുഴയുടെ അടുത്തൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ അടുത്ത് കുറേ കല്ലൊക്കെ ഇങ്ങനെ അട്ടിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കല്ല് അട്ടി വെക്കുന്നതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത്. പക്ഷെ ഇങ്ങനെ കല്ല് അട്ടി വെക്കുന്നത് ആരോ ഒരാൾ അട്ടി വെച്ച് തുടർന്ന് എല്ലാവരും അട്ടി വെച്ചതായിട്ടാണ് തോന്നുന്നത്. ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതായത് കർണാടകയിൽ നിന്നും തമിഴിൽ നിന്നും ഒരുപാട് പേരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും കുറച്ച് പേരുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരുപാട് പേര് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള കൊട്ടിയൂരമ്പലത്തിൻ്റെ പ്രസക്തി കണ്ടിട്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നടക്കുന്നതിനിടയിൽ ഇവിടെ സിവിൽ ഡിഫൻസ് അപ്പോൾ പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വായൽ ഭാസ്കരാട്ടനെ കാണുന്നത്. ഭാസ്കരാട്ടൻ നമ്മളെ കൂടെ DLS-ലുള്ളതാണ്. വായൽ ഭാസ്കരാട്ടൻ പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ കൈവരികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചുറ്റുവട്ടത്തൊക്കെ നല്ല കാടുകളാണുള്ളത്. അപ്പോൾ കാടുകളെല്ലാം അതിജീവിച്ച് മറികടന്ന് തിരക്കുകളുണ്ട്, ഒരുപാട് തിരക്കുകളാണ്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ തിരക്ക് കാണുന്നില്ലെങ്കിലും ഒരുപാട് തിരക്കുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അങ്ങനെ തിരക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തിരക്ക് ഇതാ ഈ കൈവഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതാ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്.